ഇടുക്കി മറയൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമാകുന്നു. പത്തടിപ്പാലം മേഖലയിലെത്തിയ ഒറ്റയാൻ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പത്തടിപ്പാലം മേഖലയിൽ കാട്ടാന എത്തിയത്. പ്രദേശവാസിയായ മൊയ്തീൻ പുലർച്ചെ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ ആനയുടെ മുമ്പിൽപ്പെട്ടു. അപ്രതീക്ഷിതമായി ആനയെ കണ്ടതോടെ മൊയ്തീൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന് സമീപത്തെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്ന് രാവിലെ 5 മണിക്കാണ് കയറി പോകുന്നത്. ഫോറസ്റ്റുകാരൊക്കെ അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. ലൈറ്റ് അടിക്കുന്ന കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാറ ഉരുണ്ടു പോകുന്ന മാതിരി 5-5:30 ആയപ്പോഴത്തേക്ക് ഇത് കയറി പോകുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ട് പേടിച്ചിട്ട് അങ്ങനെ അകത്ത് കയറിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇല്ലായിരുന്നു. അതിന് മുന്നേ ചക്ക മാങ്ങയൊക്കെ വന്ന് തിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് അപ്പുറത്തായിരുന്നു, ഇന്ന് ഇവിടെ ആയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തടിപ്പാലം, ഇന്ദിരാനഗർ എന്നിവിടങ്ങളിൽ കാട്ടാന എത്തുകയും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ കടുത്ത ആശങ്കയിലാണ് ജനങ്ങൾ. RRT സംഘമെത്തി ആനയെ തുരത്തുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആനയെ ഉൾവനത്തിലേക്ക് കടത്തിവിടാൻ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. കാട്ടാനകൾ സ്ഥിരമായി പ്രദേശത്തെത്തുന്നത് തടയുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, ഇടുക്കി.